റെഡിമിക്സ് കോൺക്രീറ്റ് നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾക്ക് സംശയമുള്ള ഒരു മേഖലയാണ് റെഡിമിക്സ് കോൺക്രീറ്റ്. എന്താണ് റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് നോക്കാം. ഒരു എഞ്ചിനീയറിംഗ് മിക്സ് ഡിസൈൻ ഉപയോഗിച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി ഒരു ബാച്ച് പ്ലാന്റിൽ നിർമ്മിക്കുന്ന ബെറ്റർ കോൺക്രീറ്റിനെയാണ് നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡിമിക്സ് കോൺക്രീറ്റിനെ കുറിച്ച് നമുക്കിടയിൽ ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സൈറ്റുകളിൽ ഇത്തരം കോൺക്രീറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പല ക്ലയൻസും മടിക്കാറുണ്ട്. ഇതിനൊരു പ്രധാന കാരണം ഇതിൻ്റെ ക്വാളിറ്റിയിലുള്ള വിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഇതിന് എത്ര രൂപ ചിലവ് വരുമോ എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു രൂപം ഇല്ലാത്തതാവാം കാരണം. എന്താണ് ഒരു റെഡിമിക്സ് കോൺക്രീറ്റ്? ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതിന് എത്ര രൂപ ചിലവ് വരും? ഇത് എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആവുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 100% ഉപകാരപ്പെടുന്ന ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഇപ്പോഴും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഓൾ കൊടുത്ത് ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി റെഡിമിക്സ് കോൺക്രീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സൈറ്റിലേക്ക് ആവശ്യമായ കോൺക്രീറ്റ് ഒരു ബാച്ച് പ്ലാന്റിൽ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ബെറ്ററായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു കോൺക്രീറ്റ് മിക്സാണ് റെഡിമിക്സ് കോൺക്രീറ്റ്. പണ്ടുകാലത്തെ കോൺക്രീറ്റ് മിക്സ് എന്ന് പറയുന്നത് ധാരാളം തൊഴിലാളികളെ ഉൾപ്പെടുത്തി ഹാൻഡ് ഷവൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ സൈറ്റുകളിൽ മിക്സ് ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ്. ഇന്നും ചെറിയ ചെറിയ കോൺക്രീറ്റുകൾക്ക് നമ്മൾ ഇത്തരം രീതികൾ തന്നെയാണ് അവലംബിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു മിക്സ് ഇത്തരം കോൺക്രീറ്റുകളിൽ കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമതായി ഇന്ന് നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സർ മെഷീനുകൾ ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റ്. ഇത്തരം മെഷീനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അഗ്രിഗേറ്റും എംസാൻഡും സിമൻറ്റും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് ലിക്വിഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഇത്തരം മെഷീനുകളിൽ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യുകയും നമുക്കൊരു ബെറ്റർ കോൺക്രീറ്റ് ലഭിക്കും. ഇന്ന് നമ്മുടെ റൂഫ് സ്ലാബ് ഉൾപ്പെടെ കുറച്ച് ഹ്യൂജ് എമൗണ്ട് കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ഇത്തരം മെഷീനുകളെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. പക്ഷേ ഇവിടെയും വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈറ്റിൽ 50 100 ബാഗ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ബാഗ് കോൺക്രീറ്റ് ആണ് ഇത്തരം മെഷീനുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പലപ്പോഴും ഇതിൻ്റെ വാട്ടർ റേഷ്യോ കണ്ടന്റ് അതുപോലെ തന്നെ മിക്സിംഗ് ടൈം ഒക്കെ പലപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു 100 പ്രാവശ്യം മിക്സ് ചെയ്യുന്ന കോൺക്രീറ്റ് 100 തരത്തിലായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. റെഡിമിക്സ് കോൺക്രീറ്റുകളെ അപേക്ഷിച്ചിട്ട് ഇത്തരം കോൺക്രീറ്റുകൾക്കുള്ള ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. മാത്രമല്ല ഇത്തരം മിക്സർ മെഷീനുകൾ ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റുകളിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എല്ലാ മെറ്റീരിയലുകളും സൈറ്റുകളിലേക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ടും അത് സ്റ്റോർ ചെയ്യാനുള്ള അത്യാവശ്യം ഹെവി ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ആവശ്യമായി വരും. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ടൈമിൽ ധാരാളം ലേബേഴ്സിനെയും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മാനുവൽ കോൺക്രീറ്റുകളെ അപേക്ഷിച്ചിട്ട് റെഡിമിക്സ് കോൺക്രീറ്റിനുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി സമയ ലാഭം തന്നെയാണ്. സാധാരണ ഒരു മാനുവൽ കോൺക്രീറ്റിന് നമ്മൾ 5-6 മണിക്കൂറുകൾ എടുക്കുന്ന സമയം ഇത്തരത്തിൽ ഒരു റെഡിമിക്സ് കോൺക്രീറ്റ് ആണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. രണ്ടാമതായി മാനുവൽ കോൺക്രീറ്റിന് ധാരാളം തൊഴിലാളികൾ ആവശ്യമായി വരുമ്പോൾ ഇത്തരം റെഡിമിക്സ് കോൺക്രീറ്റുകളിൽ വളരെ ചെറിയ മാൻ പവർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന്. മൂന്നാമതായി ഒരു എഞ്ചിനീയറിംഗ് മിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടു കൂടി പ്ലാന്റുകളിൽ കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോജക്റ്റിലേക്ക് ആവശ്യമായ എല്ലാ കോൺക്രീറ്റിനും അതിൻ്റെ ടെമ്പറേച്ചർ ആയാലും അല്ലെങ്കിൽ വാട്ടർ കണ്ടീഷൻ ആയാലും അതിൻ്റെ ക്വാളിറ്റി ആയാലും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മെറ്റീരിയലുകൾ സ്റ്റോർ ചെയ്യാൻ, അതായത് ചെറിയ 2-3 സെൻറ്റിലൊക്കെ വീട് വയ്ക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ അഗ്രിഗേറ്റും എംസാൻഡും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരം സൈറ്റുകളിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് ഉപയോഗിക്കാം. മാനുവൽ കോൺക്രീറ്റിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു റെഡിമിക്സ് കോൺക്രീറ്റിന് വളരെയധികം വേസ്റ്റേജ് കുറവാണ്. അതുപോലെ തന്നെ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ കോൺക്രീറ്റ് സെറ്റായി തുടങ്ങും.
പ്ലാന്റുകളിൽ നിന്ന് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് സൈറ്റുകളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ജലത്തിൻ്റെ ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ ഇത് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു മെത്തേഡാണ്. വളരെ കുറച്ച് തൊഴിലാളികളെ ഉപയോഗിച്ചിട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു കോൺക്രീറ്റ് നമ്മുടെ റൂഫിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. റെഡിമിക്സ് കോൺക്രീറ്റിന് ഇത്തരത്തിൽ ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഇന്നും നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചിട്ട് ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ സൈറ്റിൽ കൊണ്ടുവരുന്ന ഓരോ ബാച്ച് കോൺക്രീറ്റ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു ബാച്ച് കോൺക്രീറ്റ് എന്ന് പറയുന്നത് വരുന്ന ഒരു വാഹനത്തിലെ ആ ഒരു കോൺക്രീറ്റിനെയാണ് ഒരു ബാച്ച് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇത് നോർമൽ കേസിൽ സാധാരണ 6 m³ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കും. ഇത്തരം ബാച്ചുകളിൽ നിന്നിട്ട് നമുക്ക് സൈറ്റിൽ വെച്ച് തന്നെ സ്ലം ടെസ്റ്റ്, ടെമ്പറേച്ചർ ടെസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു കോൺക്രീറ്റിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ വാട്ടർ കണ്ടീഷനിങ്ങും ഒക്കെ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ വാഹനത്തിൽ നിന്നെടുക്കുന്ന ഇത്തരം ക്യൂബുകളുണ്ട്. ഈ ക്യൂബുകൾ റെഡിമിക്സ് കമ്പനികളുടെ ലാബിൽ വെച്ചിട്ട് 7 ദിവസവും അല്ലെങ്കിൽ 28 ദിവസവും കഴിഞ്ഞിട്ടും ഈ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കാറുണ്ട്. ഇനി നമുക്കിത്തരം ക്യൂബുകൾ കളക്ട് ചെയ്തിട്ട് പ്രൈവറ്റ് ലാബുകളിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ACT ടെസ്റ്റ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സൈറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കോൺക്രീറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്ട്രെങ്തും ക്വാളിറ്റിയും നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഇന്ന് കേരളത്തിൽ ഇത്തരത്തിൽ റെഡിമിക്സ് കോൺക്രീറ്റ് സപ്ലൈ ചെയ്യുന്ന ധാരാളം കമ്പനികൾ നിലവിലുണ്ട്. നമ്മുടെ സൈറ്റുകളുടെ ഷട്ടർ വർക്കുകൾ പൂർത്തിയായതിനു ശേഷം ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ ഇവർ എല്ലാ സഹായങ്ങളും വേണ്ട രീതിയിൽ നമുക്ക് ചെയ്തു തരാറുണ്ട്. ഇനി നമ്മളിൽ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇത്തരം റെഡിമിക്സ് കോൺക്രീറ്റുകളുടെ വില എത്രയാവുമെന്ന്. നമ്മുടെ മാനുവൽ കോൺക്രീറ്റിനെ അപേക്ഷിച്ചിട്ട് എത്ര രൂപയുടെ വ്യത്യാസമാണ് ഇത്തരം കോൺക്രീറ്റുകൾക്ക് വരാറുള്ളത് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇത്തരത്തിൽ റെഡിമിക്സ് കോൺക്രീറ്റ് ലഭിക്കുന്നത് m³ അളവുകളിലാണ്. നമുക്ക് നമ്മുടെ സൈറ്റിൽ ഒരു M20 ഗ്രേഡ് കോൺക്രീറ്റ് മിക്സ് ഒക്കെ ആണെങ്കിൽ ഒരു m³ കോൺക്രീറ്റിന് ആവശ്യമായി വരുന്നത് 6 ബാഗ് സിമൻ്റാണ്. ഇത്തരത്തിൽ M20 ഗ്രേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സൈറ്റുകളിൽ ഒരു ബാഗ് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് നമ്മുടെ റൂഫിലേക്ക് ഇടുന്നതിന് വരുന്ന ചിലവ് ഏകദേശം 1079 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 6 ബാഗ്, അതായത് ഒരു m³ കോൺക്രീറ്റിന് ഏകദേശം 6474 രൂപ നമുക്ക് മാനുവലായിട്ട് ചിലവ് വരും. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് റെഡിമിക്സ് കോൺക്രീറ്റിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഏകദേശം 6200 രൂപയാണ് ഒരു m³ നമുക്ക് വില വരുന്നത്. നമ്മുടെ ഓരോ സമയത്തെയും മെറ്റീരിയൽ കോസ്റ്റിന് അനുസരിച്ചിട്ട് ഈ ഒരു വിലയിൽ മാനുവൽ കോൺക്രീറ്റിലും റെഡിമിക്സ് കോൺക്രീറ്റിലും വിലകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇനി PCC പോലുള്ള വർക്കുകൾ ചെയ്യാനാണെങ്കിൽ M20 ഗ്രേഡിൽ നിന്ന് M50 ഗ്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ് ഇത്തരം കോൺക്രീറ്റുകൾ ലഭിക്കും. ഇനി റെഡിമിക്സ് കോൺക്രീറ്റ് ആണെങ്കിലും മാനുവൽ കോൺക്രീറ്റ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യൂറിങ്. ഏതൊരു കോൺക്രീറ്റ് ആയാലും കുറഞ്ഞത് 2 ആഴ്ച പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം. ഇത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ലൈഫിനെ സാരമായി ബാധിക്കും. റെഡിമിക്സ് കോൺക്രീറ്റിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറുവാനും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കാനുമൊക്കെ ഒരു പരിധിയിലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോവിഡ് നമ്മുടെ നാട്ടിൽ സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുള്ള എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.